ഹായ്. ഇന്ന് ഞങ്ങളുടെ ഇവിടെ പെരിങ്ങോട്ടുകര ആവണങ്ങാട് അമ്പലത്തിലൊന്ന് പോയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ഒന്ന് കാണിക്കാന്ന് ഓർത്തിട്ടാ. എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല, കാരണം അമ്പലത്തിനെ കുറിച്ചോ അങ്ങനെ പ്രതിഷ്ഠയെ കുറിച്ചോ അങ്ങനത്തെ ഒന്നും എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടാ. ഞാൻ പോയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. 6 വർഷമായിട്ട് ഞാൻ ഇവിടെ പോകുന്നുണ്ട്. 6 വർഷം വെച്ചാൽ സ്ഥിരമായിട്ട് എന്നല്ല പറയണേ, എനിക്ക് സാധിക്കുന്ന സമയങ്ങളിൽ ഞാൻ പോകാറുണ്ട്. അപ്പൊ ഞാനും അച്ഛനും ഉണ്ണികളും കൂടെ പോയിണ്ടായിരുന്നു. എന്താ പറയാ, എനിക്ക് എന്റെ പേഴ്സണലി ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നല്ലൊരു സമാധാനം അവിടുത്തെ, എന്താ പറയാ, എനിക്ക് തോന്നുന്നു ആ സ്മെല്ലും ആ ഒരു അന്തരീക്ഷം ഒക്കെ കൊണ്ടായിരിക്കാം. പക്ഷെ നല്ല രസമാണ്, എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഞങ്ങളൊരു സന്ധ്യ സമയത്താണ് ചേർന്നത്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടത്തെ കുറിച്ച് അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. പോയവരും പോകാൻ ഇഷ്ടമുള്ളവരും. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അടുത്താണ്, ഒരു ഓട്ടോയ്ക്ക് പോകേണ്ട ദൂരമേ ഉള്ളൂ. ഞങ്ങളിത് സന്ധ്യ സമയത്ത് ചേർന്നു. ഭയങ്കര രസമാട്ടോ അവിടുത്തെ ലൈറ്റും ആ സന്ധ്യ സമയത്തുള്ള ദീപാരാധന സമയത്തുള്ള സ്മെല്ലും. എന്താ പറയാ, നമുക്കൊരു ഒരു പ്രത്യേക ഒരു ഊർജം കിട്ടണ പോലെ എനിക്ക് ഫീൽ ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. വിശ്വാസമുള്ളവരില്ലാത്തവർ ഒരുപാട് ജാതി മതം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും വന്ന് പ്രാർത്ഥിക്കാറും തൊഴാറും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനൊക്കെ. വലിയ തിരക്ക് അങ്ങനെയല്ല. അവിടെ ചെന്നിട്ട് നമ്മൾ ഒരുപാട് എൻഗേജഡ് ആവേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ചെല്ലുക, പ്രാർത്ഥിക്കുക, പോരാത്രേ ഉള്ളൂ. അല്ലാണ്ട് സാധാരണ അമ്പലങ്ങളിലുള്ള പോലെ വഴിപാടുകളൊക്കെ വഴിപാടുകളൊക്കെ ഉണ്ട് അവിടെ. എന്തൊക്കെയോ വീട് കഴിപ്പിക്കില്ല, അത് ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് ഷീട്ടാക്കാറാ പതിവ്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ ക്യൂ നിന്ന് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെല്ലുക, പ്രാർത്ഥിക്കുക, നമ്മൾക്ക് മനസ്സ് ഒരു സമാധാനം കിട്ടും, നമ്മൾ പോരുക, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല രസമാണ്. പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നോളൂ കേട്ടോ. ഇഷ്ടമുള്ളവര്, ഇവിടെ വരാൻ ഇഷ്ടമുള്ളവര്, അവിടുത്തെ ഓരോന്ന് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയ. കയറി ചെല്ലുമ്പോഴുള്ള 2 ആനകളും മിററും അവിടുത്തെ തൂണുകളും, എന്താ പറയാ, ഒരു പ്രത്യേക കൗതുകമാണ്. കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് അവിടുത്തെ വഴിപാട് കൗണ്ടർ. അവിടെ കീ ചെയിന്, ഫോട്ടോസ്, അവണങ്ങാടി വിഷ്ണുമായ സ്വാമിയുടെ ഫോട്ടോസ്, കീ ചെയിനൊക്കെ കിട്ടും. ഞാൻ എടുക്കാൻ പറ്റുന്ന അവിടെ വരെ ഞാൻ ക്യാമറ, മൊബൈൽ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് അലൗഡ് അല്ല. പറ്റുന്ന പോലെ ഞാൻ കുറച്ച് അവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് പൂക്കൾ കിട്ടും. അത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അവിടെ സമർപ്പിക്കുന്ന ഒരു സ്ഥലമായിട്ട് അവിടെ. അപ്പൊ കഴിഞ്ഞു, തൊഴുതിറങ്ങി അവിടേക്ക് തിരിച്ച് ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടാ. പ്രാർത്ഥിച്ചു പോന്നു. നമ്മൾ തിരിച്ചു പോവാണ്. എന്താ പറയാ, മനസ്സിന് നല്ലൊരു സമാധാനവും സന്തോഷവും ഒക്കെ എനിക്ക് കിട്ടാറുണ്ട്. ഞാനും ഉണ്ണികളും അച്ഛനും കൂടെ പോയി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമന്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.